സമയം ഇപ്പോൾ ഒരു 5 മണി അടുപ്പിച്ചാവും കേട്ടോ. ഞാൻ 4 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്, ഉറങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് തിരിക്കാം. പിന്നെ പമ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പാൻ പരാഗിൻ്റെ ഒരു സ്മെല്ലുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പമ്പ് ഓക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് ഇനി നേരെ നാഗ്പൂർ, അവിടെ നിന്ന് നേരെ ഹൈദരാബാദ് കേട്ടോ. ഹൈദരാബാദിൽ നിന്ന് എത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇതാണ് ആ പമ്പ് കേട്ടോ. ഇന്നലെ വെട്ടമില്ലാത്തതുകൊണ്ട് നേരെ പോയി കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തിരിക്കാം. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ ഇതാണ്. ഇന്നലെ നൈറ്റ് കുറച്ചൊരു സീനുണ്ടായിരുന്നു. സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടീംസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ കൂടുതൽ മൈൻഡ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അവരെന്തൊക്കെയോ വന്ന് നിന്നിങ്ങനെ ടെൻറ്റിൻ്റെ സൈഡിലും അവിടെ ഇവിടെയും വണ്ടിയിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് തൊട്ടും പറിച്ചും. നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്താലേ ഉള്ളൂ കേട്ടോ കുഴപ്പം. നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്തായാലും നേരെ ഹൈദരാബാദ്, അവിടെ നിന്ന് നേരെ മൈസൂറാണ് കേട്ടോ. നമ്മളെ ചെറുക്കന്മാരോട്ട് അടുത്തോട്ടൊന്ന് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ തിരിച്ച് നേരെ നാട്ടിലോട്ട് പോകും കേട്ടോ. തമിഴ്നാട് റൂട്ട് പിടിച്ചാണ് പോണത്. എനിക്ക് കൊണ്ടോട്ടിയിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. മഴ നാട്ടിൽ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകണ്ട, അടുത്തെന്തായാലും അതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങോട്ടൊറ്റ പോവാം. പമ്പിൻ്റെ ഓണർ കേട്ടോ, ഒരു രക്ഷയില്ല. പുള്ളി വന്ന് ചോദിച്ച ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ. പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ് കേട്ടോ. അത് സംസാരിച്ച് തന്നെ മനസ്സിലായി പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങോട്ട് റിപ്ലൈ ചെയ്ത ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. നല്ലൊരു മനുഷ്യൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല കിടന്നു എന്ന് പറഞ്ഞു. ഇതാ ഇവിടെയാണ് കിടന്ന് ഉറങ്ങിയത് കേട്ടോ. ഞാൻ മെത്തയിൽ കിടന്ന് ഉറങ്ങും പോലെ ഉറങ്ങി. പിന്നെ ഇതിലല്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചൊറിയും. എന്തോ വീഴുന്നല്ലോ, ഒന്നും വീഴുന്നില്ലേ ഭയ്യാ? ഓക്കെ. എന്നൊരു കാര്യം കേട്ടോ, ഇവന്മാരാരും നമ്മളുടെ അടുത്ത് അങ്ങനെ നേരെ മിണ്ടൂല കേട്ടോ. മിണ്ടൂലെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാ, മിണ്ടൂല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ ഒരാൾ പറഞ്ഞെങ്കിലേ നമ്മൾ അങ്ങോട്ട് നിന്നിട്ട് സംസാരിക്കില്ല അവരുടെ അടുത്ത്. എന്തെങ്കിലും ഫുഡ് കഴിച്ചോ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും പോയി ഒന്ന് സംസാരിക്കില്ലേ. യുവന്മാരാരും അങ്ങനെ സംസാരിക്കില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും. അവർക്ക് ഹിന്ദി മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതായിരിക്കും സംഗതി. അതുകൊണ്ട് ഞാൻ ഒരു കണക്കൊക്കെ അത് നന്നായി ഒന്ന് സംസാരിക്കാതിരുന്നത്. പിന്നെ 1-2 പേര് എൻ്റെ അടുത്ത് അല്ല ഒന്ന് സംസാരിച്ചു കേട്ടോ, അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് പോലെയുള്ള ആൾക്കാർ. ഓക്കെ. അപ്പോൾ 2073 കിലോമീറ്റർ ഉണ്ട്, അതായത് എൻ്റെ വീടിൻ്റെ അതുവരെ കറക്റ്റ് 2073 കിലോമീറ്റർ ഉണ്ട്. എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ ഒരൊറ്റ ദിവസം 1700 കിലോമീറ്റർ ഞാൻ കവർ ചെയ്ത്. അത് എന്താ പറയുക, 700 എന്ന് വെച്ചപ്പോൾ 700 600 സംതിങ് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. എന്തായാലും 500 പുറത്ത് എന്തായാലും വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാത്തതാണ് കാര്യം. അവന് ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. എനിക്ക് വണ്ടി ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു നോയ്സ് കേട്ടാൽ മതി, നമുക്ക് ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു കാരണവശാലും അങ്ങനെ ഇട്ട് അടിക്കണ്ട എന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഹെൽമെറ്റ്, വൈസർ അതുപോലെ എല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ്. പക്കി ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ പ്രാണികൾ, നമ്മളവിടെ പക്കി എന്നാണ് കേട്ടോ പറയണത്. പക്കി പ്രാണികൾ അപ്പോൾ ആ ടീംസ് വന്നടിച്ചിട്ട് നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുകയാണ്. വൈസറൊന്നും ചുരുക്കം പറഞ്ഞാൽ നൈറ്റ് എങ്ങാനും വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഒരു രീതിയിൽ എനിക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വണ്ടി പോണ സ്പീഡ് നിങ്ങൾ കണ്ടല്ലോ, അതായത് ഈ ഒരു സ്പീഡിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. 80, 90, 100 ഇതിനകത്താണ് വണ്ടി സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. അപ്പോൾ അതിനുള്ള ഇതുണ്ട്, റോഡ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും, അതുകൊണ്ട് പോകണതാണ് കേട്ടോ. പിന്നെ ഗോപ്രോയുടെ ഫ്രണ്ട് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. ഏകദേശവും ഈ പ്രാണികൾ വന്നടിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ പ്രാണികൾ മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണ്ട്, ഒരു കാരണവശാലും ഈ വൈസർ തുറന്നിട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും രാവിലെ അതുപോലെ വൈകുന്നേര സമയങ്ങളിൽ പൊക്കളയിൽ നമ്മുടെ നാട്ടിലെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇത്ര പ്രാണികൾക്ക് ഭയങ്കര കപ്പാസിറ്റിയാണ്, ഇങ്ങനെ പറയാം, ഭയങ്കര എനർജിയാണ്. വന്ന് അടിച്ചിട്ട് പോയാൽ ചാവയൊന്നുമില്ല. കണ്ണിലൊക്കെ വന്ന് വിഴുന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വേണ്ട ബോധം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്, ഒരു കാരണവശാലും വൈസർ തുറന്നിട്ടല്ലേ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ വൈസർ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. മിനിമം 2 എണ്ണമെങ്കിൽ കേട്ടോ. വലിയ റേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 1000 രൂപ വെച്ച് 2000 രൂപ ആവും 2 ക്ലിയർ വൈസിന്. അപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് സെറ്റ് ചെയ്യുക, നല്ല 2 വൈസർ സെറ്റ് ചെയ്യുക, അത്ര തന്നെ. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം രാവിലെ എണീച്ച് പോകണമെന്ന്, ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീറ്റ് പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് പോകാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ എണീറ്റിട്ട് പിന്നെയും കിടന്നു കേട്ടോ. അത് എനിക്ക് വീട്ടിലുള്ള ശീലമാണ്. എണീറ്റിട്ട് പെട്ടെന്ന് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവന്മാർ, ലോറിക്കാർ കേട്ടോ, ഫുൾ ടൈം ഇവന്മാരാണ്. ഇന്നലെ വൈകുന്നേരം പോലും ഞാൻ വണ്ടി നേരത്തെ ഒതുക്കിയതിൻ്റെ കാരണം ദൈവന്മാരാണ് കേട്ടോ. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, അവരെ ജോലിയാണ്, അവർ അന്നത്തിന് വേണ്ടി കിടന്ന് ഓർണതാണ്. പക്ഷേ ഒരു പരിധി വരെ എനിക്കിന്നലെ നല്ലൊരു രീതിയിലുള്ള വിഷമം
നല്ല രീതിയിലുള്ള കലിയും വിഷമൊക്കെ വന്നു കേട്ടോ. എനിക്ക് ഒരു കാരണവശാലും വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലായി. അമ്മാതിരി തിരക്ക് ഫുൾ ടൈം എന്ന് വെച്ചാൽ വൈകുന്നേരം ആയപ്പോൾ ഫുൾ ടൈംമാർ തന്നെയാണ്. രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് പോകും. ഈ 2 ട്രാക്കിലും കൂടെ ഒരുമിച്ച് പോകും കേട്ടോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടാണ് നേരത്തെ ഒതുക്കിയത്. 4 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഒതുക്കി വണ്ടി. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അതിനകത്തൊക്കെ കയറി കിടന്ന് ഉറങ്ങാം. എന്നത് അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ ടെൻറ്റ് മതി, സുഖമായിട്ട് അതിനടുത്ത് കിടന്ന് ഉറങ്ങാം. പിന്നെ ഹൈദരാബാദ് എന്തായാലും പോയി റൂം എടുത്തേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. ഏതെങ്കിലും നല്ല പമ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. എനിക്കിപ്പോൾ നല്ല പമ്പ് കാണുമ്പോൾ കിടന്ന് ഉറങ്ങാതെ തോന്നുന്നു കേട്ടോ കയറി. അയ്യോ ഓക്കെ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കൂടെ കഴിയട്ടെ. ഞാൻ എന്തായാലും എന്തെങ്കിലും നല്ല നല്ല വിഷ്വൽസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ചെക്ക് ബുക്കിനങ്ങ് പോവും. ഓക്കെ, കണ്ടോ കാറുകളൊക്കെ പോകണണ്ട, ഒരു ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങ് പോകാൻ. ലൈന് കട്ടെന്ന് വെച്ചാൽ അങ്ങ് പുഷ്പം പോലെയാണ് കയറണം, ഒരു രക്ഷയില്ല, ചടുപുടനെ കയറും. ഓ പണ്ടാരം പിടിച്ച ക്യാമറ. ഞാനേ ഈ ഒരു വിഷ്വൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ക്യാമറ ഓണാക്കിയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും പശുക്കൾ കണ്ടേട്ടാ. ഞാൻ അത് ഷൂട്ട് അതെന്ന് വെച്ചാൽ അത് റെക്കോർഡായത് വിചാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡൗട്ട് തോന്നിയേ ഇത് സംഭവം റെക്കോർഡ് ആവണുണ്ടോ ഇല്ലയോ എന്ന്. ശരിക്കും ഇതൊരു ഫോറസ്റ്റാണ് കേട്ടോ, ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അപ്പോൾ സംഭവം ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. എന്ന് വെച്ചാൽ മരങ്ങളെ ഒന്നിനും ഇലയില്ല, ഏതൊരു മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ ഇരിക്കണേ. ഫോറസ്റ്റ് ആണെന്ന് മാത്രം അറിയാം. എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു ടൈമിൽ കേട്ടോ. നട്ടുച്ചയ്ക്ക് വരുമെന്നുണ്ടെങ്കിൽ ഭ്രാന്തെടുക്കും. എന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ ഈ സമയം നല്ല മഴയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ടെൻറ്റിൽ കിടന്ന് ഞാൻ ഇത്രയും കിടന്നിങ്ങനെ ഉരുവിയിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയാൽ കംപ്ലീറ്റ് വെള്ളം, ടെൻറ്റ് കംപ്ലീറ്റ് വെള്ളം കേട്ടോ. ഞാൻ വേർക്കണതാ, ഞാൻ വേർത്ത് ഒരു രക്ഷയില്ലാതെ തളർന്നു കേട്ടോ ഇന്നലെ. ഇതാണ് കേട്ടോ പശുക്കൾ ഇങ്ങനെ കേട്ടോ. ഇത് രാവിലെ മേയാൻ വേണ്ടി കയറി വരണതാണ്. രാവിലെ എന്ന് വെച്ചാൽ രാവിലെ കാണും, വൈകുന്നേരം സമയത്ത് കാണും കേട്ടോ. അതാണ്ടാ ഒറ്റയോളം ഒരു രക്ഷയില്ല. റോഡിലെന്ന് വെച്ചാൽ അമ്മരക്കിനെ നിസ്സാരമായിട്ടാണ് നിൽക്കണേ. ഏതൊരു സിനിമയിൽ മറ്റേ ഇതുകൊണ്ടല്ലോ നമ്മുടെ അർജുന അശോക് നിൽക്കണില്ലേ, അയ്യോ അത് ഏത് പടം, ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിലാണ് ഇങ്ങനെ വന്ന് നിൽക്കൂലേ, എന്തെങ്കിലും വെച്ചാൽ നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതിലൊരു സീനുണ്ടല്ലോ, ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം ഇവ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കണേ, ആ ഒരു മൊമെന്റ് അതുപോലെയാണ് മിക്ക കാളുകളും കേട്ടോ. ഇവിടെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. നമ്മൾ വന്നിട്ട് ഡപ്പോടാന്ന് പറഞ്ഞാലും ഒരനക്കമല്ല, അങ്ങനെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതാണ്ടാ ഡിവൈഡറിലൊക്കെ നിൽക്കണേണ്ടാ. യൂട്യൂബിൽ എപ്പോഴാണ് ഇപ്പുറത്തോട്ട് ചാറിനെന്ന് ഒരു പിടിയും കാണൂല. വേണ്ട ചെറിയൊരു ഫോഗ് കാര്യങ്ങളൊക്കെ അവിടെ കയറി വരണുണ്ടാണ്. അയ്യോ ഫോഗല്ലടാ, അത് പോകാതോ അവിടെയുള്ള ഫോഗ. ഇത് അവിടെ നിന്ന് പുകച്ചു വിടറേണ്ട കേട്ടോ. എങ്ങനെയുണ്ട് വിഷ്വല്? എന്തായാലും രാവിലെ ഒന്ന് ഫുഡ് അടിക്കണം. ഇന്നലത്തെ ഫുഡൊക്കെ ഭയങ്കര രസമാണ്, ഒന്നും പറയണ്ട. അത് പറയില്ല. ഒരു പരിധി വരെ എൻ്റെ വണ്ടി ഇത് എത്ര പോണേ ദൈവമേ, 101 102 മീറ്റർ നിൽക്കണേ. ഞാൻ കൈയെടുത്ത് കയറി പോകണല്ലേടാ, നോർമല് നമ്മളിപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കയറി പോകണതാ. ഓഫ്, പെട്രോൾ അതിനനുസരിച്ച് കത്തിത്തീരും. പിന്നെ ഒരു കാര്യം, നല്ല റോഡ് കേട്ടോ, വലിയ കുഴപ്പമില്ല. പേച്ച് വർക്ക് അവിടെ ഇവിടെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, നമുക്ക് പോവാം. വാഹ, ഒരു വല്ലാത്തൊരു സന്തോഷം കേട്ടോ. നമ്മളെ എങ്ങനെയാ വെച്ചാൽ വീടിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എങ്ങനെ പോയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരായിരുന്നു. അടുത്ത വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും ഇതും കാണാതിരിക്കരുത് കേട്ടോ. മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. ഞാൻ അത് റൈഡ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കണ കുറച്ച് വിഷ്വൽസാണ്. അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണ്ട. അപ്പോൾ അതിൽ ഈ ടീമുകളെല്ലാം വരും കേട്ടോ. അതായത് റൈഡ് തുടങ്ങിയപ്പോൾ എന്നെ ഒരുപാട് പേര് സഹായിച്ച്, അതുപോലെ എൻ്റെ കൂടെ ഒരുപാട് പേര് നിന്ന് എനിക്ക് ചായ വാങ്ങിച്ചു തന്നവരെല്ലാവരും ഉണ്ട് കേട്ടോ. ആ ഒരു വീഡിയോയിൽ ഏകദേശം പേരും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ക്ലിപ്പ് കട്ടായി പോയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതെല്ലാം കൂടെ എന്തായാലും കട്ട് ചെയ്ത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എന്നെ കൊണ്ടുവരും കേട്ടോ.
ഞാനത് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പം റൈഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോണേ. ഏകദേശം ഇനി ഒരു 1000 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാനിനി നേരെ പോകുന്നത് മൈസൂർ റൂട്ടാണ് പോണത് ഏടാ. അപ്പോൾ മൈസൂർ റൂട്ട് ഇന്നത്തെ ഹൈദരാബാദ് അടുപ്പിച്ച് പോകാനേ പറ്റുള്ളൂ. നാളെ മൈസൂർ അങ്ങോട്ട് കയറും. ബാംഗ്ലൂർ, മൈസൂർ പോകില്ല കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. നമ്മുടെ ഹബീബിൻ്റെ അടുത്താണ് പോണത്. എന്തായാലും അവൻ്റെ അടുത്തോടെ ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇത് ഞങ്ങൾ പോയ റൂട്ടാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ജസ്റ്റിൻ ബ്രോയൊക്കെ കിട്ടണം കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു മനുഷ്യൻ എന്തിന് ഞാൻ കണ്ടുമുട്ടി എന്നുള്ളത് അതിനുള്ള അർത്ഥം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. എന്നെ ഒരുപാട് രീതിയിൽ പുള്ളി ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരാണ് എൻ്റെ മുന്നേ പോയത്. എൻ്റെ ഡ്രോൺ നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഒന്ന് ഡിലേ ആയി. ആ സമയത്ത് പുള്ളിക്കാരനും അതായത് അവരുടെ ടീം അവർ 3 പേര് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ അവർ 3 പേര് ഒരുമിച്ച് റൈഡ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് അവർ വീട്ടിൽ എത്തി കേട്ടാ. ഞാൻ ഇവിടെ നിൽക്കണേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞേടാ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു രീതിയിലും വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഉമ്മിളികളൊക്കെ കയറിയ സമയത്ത് എനിക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ കൂളായിട്ട് കയറിപ്പോൾ ഒരു പ്രശ്നമില്ല, നമ്മൾ കയറിയിട്ട് സുഖമായിട്ട് ഇറങ്ങി വന്ന് പിന്നെ ഒരുപാട് നേരം അവിടെ നിന്ന് കറങ്ങരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ പുള്ളി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തത്. പുള്ളി എന്താണ് പറഞ്ഞത് അതുപോലെ അങ്ങ് ചെയ്ത്. അപ്പോൾ ഹാപ്പി ആയിട്ട് തിരിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദൈവമേ ഇയാളിത് അങ്ങോട്ട് പോണ്. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ ജസ്റ്റിൻ ബ്രോ ഞാൻ കണ്ടത് ശരിക്കും ഒരു ദൈവം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാണെന്ന് ഞാൻ വിശ്വസിക്കണുള്ളൂ. എല്ലാവരും ഏകദേശം പേരും എൻ്റെ അടുത്ത് വന്നാൽ ഇപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത് ആ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പിന്നെ പയ്യന്മാരെ വിളിക്കും. എല്ലാം ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ എന്താ പറയുക, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. പിന്നെ ആകെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അടിക്കണ്ട, ഞാൻ പോവും. നമ്മളെ ചാനലിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ചാനൽ അങ്ങനെ എന്ന് വെച്ചാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് ചാനൽ എങ്ങനെയും ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തത്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ 1-2 ദിവസം ലാഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. റേഞ്ച് ഇല്ലാത്തടത്തൊക്കെ ആകുമ്പോൾ നമുക്കൊരു കാരണവശാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ പിന്നെ യൂട്യൂബ് ഒരു രീതിയിലും വളയില്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ പറയണുള്ളൂ. പണ്ട് നമ്മൾ ജോജോ പറഞ്ഞ പോലെ നമുക്കൊരു പെൺകുട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ അടുത്ത് നമുക്കൊരിക്കലും അവളുടെ അടുത്ത് കരാറ് വയ്ക്കാൻ പറ്റില്ലല്ലോ, ഇത്ര നാൾക്കുള്ളിൽ നീ എനിക്ക് വളഞ്ഞു തരണമെന്ന്. അത് വളയുമ്പോൾ വളയുമ്പോൾ പിടിച്ചിട്ട് കെട്ടിക്കൊണ്ട, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അത്രേ കണക്കാക്കണുള്ളൂ. എന്തെങ്കിലും അവൾ വളയാനും ഞാൻ അവളങ്ങ് കെട്ടും. അതാണ് സംഭവം. ഞാനത് പറഞ്ഞത് യൂട്യൂബ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും ഏകദേശം പേർക്കും ഡൗൺ തന്നെയാണ്. അപ്പോൾ അതിലൊന്ന് കയറി വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കേസ് തന്നെയാണ്. ഈ കൊറോണ സമയത്ത് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അത് വെച്ചൊക്കെ രക്ഷപ്പെട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഇനി മുന്നോട്ട് കാര്യങ്ങളൊക്കെ നോക്കിയേ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ ജോജോ പറഞ്ഞ പോലെ ജോജോ ചേട്ടൻ കേട്ടാ, ജോജോ അല്ല ജോജോ ചേട്ടൻ പറഞ്ഞ പോലെ വളയുമ്പോൾ വളയട്ടടേ, അതുവരെ നമ്മൾ ശ്രമിക്കും. നമ്മളിങ്ങനെ പുറകെ നടക്കും, നീ വളയോ 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 എന്ന്. വളഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വലിച്ചു പുറകിട്ട് കെട്ടിക്കൊള്ളും. അത്രേ ഉള്ളൂ. ഞാൻ ഹാപ്പി ആയിട്ടാണ് പോണേ. ഞാൻ എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ച കാര്യമുണ്ടല്ലോ അത് കയ്യിൽ കിട്ടുമ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് മുകളിലോട്ട് കയറി എൻ്റെ ദൈവമേ ഇതെന്തോന്നടാ ഇതെങ്ങനെ ഇവിടെ മറിഞ്ഞ് പോകുമ്പോ പറഞ്ഞെന്താ നമ്മൾ ഒറ്റയ്ക്ക് കയറി പോയല്ലേ, ആ ഒരു മൊമെന്റ് തന്നെയാണ് എപ്പോഴും മനസ്സിൽ. ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതൊന്നുമില്ല, അങ്ങ് കയറിപ്പോയി. വണ്ടി കയറാതായപ്പോൾ ഞാൻ ഒന്ന് ടെൻഷൻ അടിച്ചേട്ടാ. വണ്ടി കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ RPM ഏകദേശം ഒരു 5000-6000 RPM നിൽക്കുകയാണ്. വണ്ടി നിൽക്കുന്ന സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 20, 22, 24 ഇതിന് മുകളിലോട്ട് വണ്ടി കയറണേ ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് പേടിച്ചെന്ന് വെച്ചാൽ ടെൻഷനായി. എപ്പോഴും വണ്ടിക്ക് എങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു, സുഖമായിട്ട് പോയേട്ടാ. ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ, ഇൻസ്റ്റാഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സപ്പോർട്ട് തന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ അടിക്കാനായിട്ട് പറ്റിയില്ല. ഇനി വീട്ടിൽ പോയിരുന്ന എല്ലാവർക്കും റിപ്ലൈ അടിക്കണം. അതാണ് സംഗതി. ഓക്കെ, റെക്കോർഡാവണേ. അപ്പോൾ സ്ട്രേറ്റ് ടു ഹൈദരാബാദ്. ഞാൻ ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി ഇതെന്താണ് സംഭവം എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ, കാട്.
കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കാട്. ഇതിൻ്റെയൊക്കെ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന്. അതായത് നമ്മൾ റൈഡ് തുടങ്ങിയ സമയത്ത് ഉള്ളത്, അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര രസമുള്ള വീഡിയോസൊക്കെ ആയിരുന്നു അത്. എനിക്ക് 3 പേരെ കിട്ടി, അതിലൊരാൾ ഭയങ്കര കമ്പനിയായി, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ജസ്റ്റിൻ ബ്രോ, നിങ്ങൾ വീഡിയോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, താങ്ക്സ് പറയാനല്ലോ, നമ്മൾ മീറ്റ് ചെയ്യും. ഓക്കെ, കൊല്ലംകാരനാണ്. ഞാനിപ്പോൾ കന്യാകുമാരി ഹൈവേയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. വല്ല വിധനൊക്കെയാണ് ഓരോ തിരക്കിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് വരണം കേട്ടോ. അതായപ്പം കന്യാകുമാരി ഹൈവേയിലാണ് കറക്റ്റ് പോയിക്കൊണ്ടിരിക്കണേ. 1000 സംതിങ് കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരിക്ക്. നമുക്ക് കന്യാകുമാരി പോകേണ്ട കാര്യമില്ല. 400 സംതിങ് ഉണ്ട് കേട്ടോ നമ്മുടെ ഹൈദരാബാദിലേക്ക്. എന്തായാലും റൂം എടുക്കണം, വേറെ വഴിയില്ല. റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാലും 1000 രൂപ എങ്ങനെ പോയാലും ആവും കേട്ടോ. അപ്പോൾ അതിപ്പം അതിങ്ങനെ ആലോചിച്ചിട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ളത്. ഇടയ്ക്ക് ഏതെങ്കിലും നല്ല പമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പമ്പിൽ ചുരുണ്ട് കൂടും. പക്ഷേ ഞാൻ ഒരല്പം നേരത്തെ എത്താൻ വേണ്ടിയിട്ടുള്ള ട്രൈ ആണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കംപ്ലീറ്റ് മുഷിഞ്ഞ് പണ്ടടങ്ങി കിടക്കുകയാണ്. ഇന്നലത്തെ ഒരു ദിവസത്തോടെ കംപ്ലീറ്റ് വേർത്ത് ആൽക്കുലത്താക്കി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പറ്റിയ 1-2 ടീഷർട്ട് ഒന്ന് കഴുകണം നാളെ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ 1-2 ഒരെണ്ണമെങ്കിലും കഴുകണം. അപ്പോൾ അതാണ് മെയിൻ ലക്ഷ്യം. പിന്നെ എനിക്ക് ഫുഡ് അടിക്കണം, അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഉറങ്ങണം. ഇന്നലത്തെ ദിവസം നേരെ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല, ഉറങ്ങിയില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വണ്ടി ഇരുന്ന് ഞാൻ ഉറങ്ങണം കേട്ടോ. വണ്ടിയിലിരുന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ് വരണുണ്ട്. ഈ ഒരു റൈഡിൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരുപക്ഷെ ക്ഷീണം തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങണത് കേട്ടോ. ഓ, നല്ല ഉഷ്ണം, അതാണ് സംഭവം. ചൂട് രസമുണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകാനേ. പിന്നെ അവനെവിടെയെങ്കിലും കുറച്ചുകൂടെ കൂടെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് കൊടുക്കണം. അവിടെ എവിടെയെങ്കിലും ഫുഡ് കൂടെ അടിക്കാൻ പറ്റിയ രണ്ടും ഒരു സമയത്ത് അടങ്ങും കേട്ടോ. അതാകുമ്പോൾ സമയം വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഹൈദരാബാദ് എന്തായാലും പിടിക്കണം, അതാണ് ലക്ഷ്യം. പ്രോപ്പർ ഹൈദരാബാദ് പിടിച്ചില്ലെങ്കിലും അതിന് മുന്നേ എവിടെയെങ്കിലും പിടിക്കണം കേട്ടോ. അതായത് അവിടെ എവിടെയെങ്കിലും എത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത്. റോഡ് കൊള്ളാം കേട്ടോ, വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് 1-2 കുണ്ടുകുഴിയൊക്കെ വന്ന് ചെന്ന് ചടേന്ന് ചാടി കയറി അങ്ങ് പോയി. ഒരു വല്ലാത്തൊരു സ്ഥലം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വണ്ടി ഓടിച്ച് പെട്ടെന്ന് പോകണം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്ഥലം, അതാണ് സംഭവം. ഒരുപാട് ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വന്ന് ഈ റോഡ് സൈഡിൽ നിന്ന് മൂത്രമൊഴിപ്പും എന്ന് വെച്ചാൽ ഇങ്ങനെ ലേഡീസ് ഉൾപ്പെടെ. ഞാനത് എങ്ങനെ പറയാൻ, ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടി പോരണമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഐ മീൻ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അയ്യോ, ആലോചിക്കാൻ കൂടെ വയ്യ. ഒരു മടിയില്ല. ഇതാണ്ടോ പന്നിയൊക്കെ നിൽക്കണുണ്ടോ, അങ്ങനെ ഒരു സ്ഥലമാണ്. കംപ്ലീറ്റ് വേസ്റ്റും ഞാൻ നേരെ പറഞ്ഞ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് ശോകമാണ് കേട്ടോ. മഹാരാഷ്ട്ര കഴിച്ചത് കണ്ടോ. വലിപ്പീരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വലിപ്പീരിട്ടത് ആ നിൽക്കുന്ന മനുഷ്യൻ. ഞാൻ പറഞ്ഞ എനിക്ക് ചപ്പാത്തി മാത്രം മതി എന്ന് പറഞ്ഞത് എന്തൊക്കെ കൊണ്ടുവച്ചൊക്കെയാണ്. 120 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം 3 ചപ്പാത്തി പറഞ്ഞത് ഇപ്പോൾ 2 ചപ്പാത്തിയാണ് കിട്ടിയത്. എന്താവണമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാം. ഹൈദരാബാദ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് അടിച്ചിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങാം. എനിക്ക് എങ്ങനെയെങ്കിലും പോയൊന്ന് കിടക്കണം, അമാതിരി ക്ഷീണമുണ്ട് കേട്ടോ. ഒറ്റ സ്ട്രെച്ച് പിടിച്ച് പോവുകയാണ്, അതാണ് മെയിൻ പ്രശ്നം. റെസ്റ്റ് എടുത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം റെസ്റ്റ് വണ്ടി കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഫുഡ് അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡ് അടിച്ചു. നമ്മളെ പിന്നെയും അവന്മാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്തൊക്കെയോ കൊണ്ടുവച്ച്, എന്നിട്ടെല്ലാം കൂടെ ഒരു 120 രൂപ വാങ്ങിച്ചു കേട്ടോ. കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വിശപ്പ് തീർത്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. കേരള ബാക്ക് ടു ഹോം കേരള. ഹൈദരാബാദ് ദെൻ കേരള. എന്തായാലും ചപ്പാത്തി കുഴപ്പമില്ലാത്തതുകൊണ്ട് ചപ്പാത്തി മാത്രം തിന്ന് ആവും മരവിച്ചടേ. എനിക്ക് വയ്യ, എൻ്റെ പൊന്നോ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ് കേട്ടോ. എനിക്ക് വീട്ടിൽ പോയി കുറച്ച് അച്ചാറും കുറച്ച് മീനും കുറച്ച് ചോറും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ മനസ്സ് സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പറഞ്ഞപ്പോൾ തന്നെ നാക്കിൽ വെള്ളം ഊർന്ന്. അയ്യോ,
ചപ്പാത്തി 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 തന്നെ 3-4 നേരമൊക്കെ ഞാൻ ചപ്പാത്തിയാണ് തിന്നണത് കേട്ടോ. 4 നേരം ഇല്ല, കഴിക്കണതെല്ലാം ചപ്പാത്തി തന്നെയാണ്. അയ്യോ എന്നെ ഇപ്പം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി നേരെ ഹൈദരാബാദ് കേട്ടോ, അവിടെ പോയിട്ട് കാണാം. ചാർജ് തീർന്ന് ഇപ്പോൾ ഓഫാവും. ഓക്കെ, അപ്പോൾ ഓക്കെ 400 സംതിങ് കിലോമീറ്റർ ഉണ്ട്. എന്തായാലും എപ്പോൾ എത്തുമെന്ന് അറിയില്ല, മാക്സിമം നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. 400 സംതിങ് കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഒറ്റ സ്ട്രെച്ചൊന്നും പിടിക്കില്ല, കുഴപ്പമില്ലാതെ റെസ്റ്റ് എടുത്ത് പോകണം. വണ്ടിക്ക് വേണ്ടുന്നുള്ള റെസ്റ്റ് വേണം. അവൻ ഇത്രയും ദൂരം ഞാൻ കുറച്ചൊന്ന് റാഷ് ഇട്ടിട്ട് പിടിച്ചു കേട്ടോ. കുറച്ച് ദൂരം അത്യാവശ്യം സ്പീഡ് പിടിച്ച് വന്നതാണ്. ഇനി എന്തായാലും പതിയെ പോവാം. ഓക്കെ.